മോഹൻലാൽ എന്ന് പറയുന്ന നടൻ നമ്മളെ എന്നും അതിശയിപ്പിച്ച് ലാലേട്ടൻ മാജിക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലാലേട്ടനെ പ്രയോഗിച്ചിരിക്കുന്നത് കുടുംബ ചിത്രങ്ങളിലാണെന്ന് തോന്നുന്നു. കുടുംബ ചിത്രങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നാട്ടുംപുറത്തുകാരനായ കഥാപാത്രം അവതരിപ്പിക്കുമ്പം ലാലേട്ടന് പ്രത്യേക ഒരു വൈവാണ്. അത് കാണാൻ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. ഒത്തിരി നാളായി നാട്ടിൻപുറത്തെ ഒരു സാധാരണക്കാരനായ കഥാപാത്രമായിട്ട് മണ്ണിലിറങ്ങി നടക്കുന്ന ഒരു നായകനായിട്ട് ലാലേട്ടൻ അവതരിപ്പിച്ചിട്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സത്യനന്ദിക്കാടിൻ്റെയും പ്രിയദർശൻ്റെയും ചിത്രങ്ങൾ എത്രയോ നമ്മൾ കണ്ട് ചിരിച്ചിട്ടുണ്ട്, നമ്മളുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ട്, എത്രയോ ചിത്രങ്ങൾ അല്ലേ. അതിനുശേഷം ഒത്തിരി നാളായി ലാലേട്ടൻ്റെ ഒരു മണ്ണിൻ്റെ മണമുള്ള ഒരു ചിത്രം വന്നിട്ട് എനിക്ക് തോന്നുന്നു തുടരും അതിന് ഒരു അന്ത്യം കുറിക്കും എന്ന് തോന്നുന്നു. കാരണം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും അങ്ങനെ ഒരു കഥ പറയുന്നു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. കാരണം സാധാരണ ഒരു ടാക്സി ഡ്രൈവറായ ഷൺമുഖൻ്റെ കഥയാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. ലാലേട്ടൻ്റെ ഭാവങ്ങളെല്ലാം തന്നെ ഒരു നാട്ടുംപുറത്തുകാരന് ചേർന്ന സ്റ്റൈല് തന്നെയാണ്. മുണ്ടും ഷർട്ടും മീശ വിരിക്കാത്ത മുഖവും ഒക്കെ ആയിട്ട് ലാലേട്ടൻ നമ്മളെ അതിശയിപ്പിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ വളരെ പ്രതീക്ഷയിലായിരുന്നു ആരാധകരെല്ലാം. കാരണം ലാലേട്ടൻ്റെ എത്ര ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ പുതിയ ചിത്രത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ മാജിക്ക് പുതിയ ചിത്രത്തിൽ ലാലേട്ടൻ കരുതി വെക്കും എന്ന്. എത്രയോ കൊല്ലങ്ങളായി എത്രയോ ചിത്രങ്ങൾ ലാലേട്ടൻ ഇപ്പം ഔട്ടാവുന്നു, ഫീൽഡിൽ നിന്ന് ഇപ്പോഴേ പോകും എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ലാലേട്ടൻ്റെ തിരിച്ചുവരവുണ്ട്, ഒരു വല്ലാത്ത തിരിച്ചുവരവാണ്. കാരണം എല്ലാ ഷോവും ഫുള്ളായി. നമ്മൾ ദൃശ്യം പടത്തിൻ്റെ സെറ്റ് സമയം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മതി. ദൃശ്യം പടത്തിൻ്റെ മുമ്പ് തന്നെ ലാലേട്ടൻ്റെ മിക്കവാറും ചിത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ദൃശ്യം വരുന്നത്. ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒരു കുടുംബ ചിത്രം, ലാലേട്ടൻ്റെ മാഫ് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരൊന്നും ഫാൻസുകളൊന്നും ആ ചിത്രത്തെ വലിയ ഗൗരവമായിട്ട് എടുത്തില്ല. ഒരു കുടുംബ ചിത്രം ലാലേട്ടൻ ഇറക്കുന്നു എന്നാണ്. പക്ഷേ തിയേറ്ററിലെ ആദ്യ ഷോ കഴിഞ്ഞപ്പം തിയേറ്ററിൽ നിറഞ്ഞു കവിയുന്നു, കോടികൾ തൂത്തുവാരുന്നു. എനിക്ക് തോന്നുന്നു ദൃശ്യം സിനിമയുടെ മുമ്പും പിമ്പും എന്ന് മലയാള സിനിമയെ നിർവചിക്കാം എന്ന് പോകുന്നു. അതുപോലുള്ള പ്രകടനമായിരുന്നു ദൃശ്യത്തിൽ ലാലേട്ടൻ കാഴ്ചവെച്ചത്. അതിൻ്റെ ഓളം ഇപ്പോഴും തീർന്നിട്ടില്ല. ദൃശ്യം 2 കഴിഞ്ഞു, ഇപ്പം 3ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏത് ഭാഷയിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായി ദൃശ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മലയാള സിനിമയ്ക്ക് അന്യഭാഷകളിലും മാർക്കറ്റ് ഉണ്ടാകാൻ ഒരു കാരണം ദൃശ്യം എന്ന ചിത്രത്തിൻ്റെ വിജയം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ എടുത്തു നോക്കുമ്പോൾ ലാലേട്ടൻ ഒരു സാധാരണക്കാരനായ കഥാപാത്രമായിരുന്നു. ഒരു കുടുംബനാഥൻ, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബനാഥൻ. പക്ഷേ ചിത്രത്തിൽ നമുക്ക് കാണിച്ചു തന്നതോ ലാലേട്ടൻ്റെ ഒരു മാജിക്ക് തന്നെയായിരുന്നു ആ ചിത്രം നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ ഒരു ചിത്രമായിരിക്കും തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബിഗൈൻഡ് ദ സീൻ പലതും പുറത്തു വിട്ടിട്ടുണ്ട്. അതിലെല്ലാം ലാലേട്ടൻ്റെ ആ നിഷ്കളങ്കത്ത മുഖവും അച്ചിരിയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ കൂടി രജപുത്ര നമ്മുടെ രഞ്ജിത്ത് പുറത്ത് വിട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. വണ്ടി എടുത്ത് പോടാ. ആര് പടത്തി വിട്ട ഈ സീനെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു നേർത്ത ചിരി വരും. പൊട്ടിച്ചിരിയല്ല, നേർത്ത ചിരി. കാരണം നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ പ്രദേശങ്ങളിൽ നമ്മളെ നാട്ടിൻപുറത്ത് കാണുന്ന ഓരോ സീനുമാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെന്ന് നമുക്ക് തോന്നിപ്പോവില്ലേ? എനിക്ക് തോന്നുന്നു ഓരോ ചിത്രത്തിൻ്റെ വിജയം എന്ന് പറയുന്ന ആ ചിത്രത്തിൻ്റെ പുറകിലുള്ള ഒരു വൈബുണ്ട്. കാരണം ചിത്രത്തിൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ വളരെ ചിരിച്ച് റിലാക്സ് ചെയ്ത്
സംവിധായകനും നടന്മാരും ഒക്കെ അഭിനയിക്കുമ്പോഴാണ് ആ ചിത്രത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചിത്രം തിയേറ്ററിൽ വിജയിക്കുകയും ചെയ്യുന്നു. അത് ഈ ചിത്രം തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ സീനുകളെല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ കഥാപാത്രം അച്ചിരിയൊക്കെ മുഖത്ത് ഒത്തിരി നാളിന് ശേഷം ലാലേട്ടൻ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ലാലേട്ടൻ്റെ മണ്ണിൻ്റെ മണമുള്ളൊരു മനുഷ്യനെ ഒത്തിരി നാളിന് ശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ തുടരും എന്ന ചിത്രത്തെപ്പറ്റി എനിക്ക് വളരെയധികം പ്രതീക്ഷയാണ്. കാരണം എത്രയോ ചിത്രങ്ങൾ ഇറങ്ങാനുണ്ടെങ്കിലും എമ്പുരാനും ഒക്കെ ഇറങ്ങാനുണ്ടെങ്കിലും എനിക്കുള്ള പ്രതീക്ഷ ലാലേട്ടൻ്റെ തുടരും എന്ന ചിത്രമാണ്. കാരണം കുടുംബ പ്രേക്ഷകർ ഒത്തിരി നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ തുടരും. കാരണം കുടുംബ കഥകളിലൂടെ ഒരു മാജിക്ക് ജയിക്കാൻ ലാലേട്ടന് കഴിയും. പ്രത്യേകിച്ച് ശോഭനയും കൂട്ടുണ്ട്. ശോഭന ലാലേട്ടൻ ജോഡി നമ്മളെ എന്നും അതിശയിപ്പിച്ച ജോഡി തന്നെയാണ്. പിന്നെ തരുൺ മൂർത്തിയുടെ സംവിധാനം, പുതിയ സംവിധായകർക്ക് ലാലേട്ടൻ ഇപ്പം ഡേറ്റ് കൊടുക്കും. ലാലേട്ടൻ എപ്പോഴും സംവിധായകൻ്റെ നടനാണെന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം പുതിയ സംവിധായകൻ എങ്ങനെ ലാലേട്ടനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനൊരു ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നു തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രം. എനിക്ക് തോന്നുന്നു അടുത്ത ചിത്രം ലാലേട്ടൻ അവതരിപ്പിക്കാൻ പോകുന്നത് സത്യനന്ദിക്കാരൻ്റെ ചിത്രം. അതും മണ്ണിൻ്റെ മണമുള്ള ഒരു കഥയായിരിക്കാം പറയുന്നത്. അങ്ങനെ ലാലേട്ടൻ്റെ 2025 ചിത്രങ്ങൾ ഒരുപിടിയുണ്ട്. അപ്പം ജനുവരി 30 തുടരും റിലീഫ് ആകുന്നത്. ഇതിനു മുമ്പ് തന്നെ ഫാൻ ഷോയുടെ ടിക്കറ്റുകളെല്ലാം ഫില്ലായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം മനസ്സിലാകുന്നത് ലാലേട്ടൻ്റെ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് തുടരും എന്നത്. അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ലാലേട്ടൻ്റെ ചിത്രങ്ങൾ ആവറേജ് ആണെങ്കിൽ പോലും അത് തിയേറ്ററിൽ കോളിലൊക്കെ സൃഷ്ടിക്കും. പിന്നെ കൊള്ളാം എന്ന് പറഞ്ഞു പോയാൽ തീർന്നു, എല്ലാ റെക്കോർഡുകളും തകരും. അതുതന്നെയാണ് നേരെ എന്ന് പറയുന്ന സാധാരണ ഒരു ചിത്രത്തിൽ സംഭവിച്ചത്. ലാലേട്ടൻ്റെ നേരെ 80 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ആ ചിത്രത്തിന് കഴിഞ്ഞു. പക്ഷേ അതൊന്നും ആരും കാണുന്നില്ല. ലാലേട്ടൻ്റെ ചിത്രങ്ങൾ ഏതെങ്കിലും പരാജയപ്പെട്ടാൽ അത് വലിയ ഹൈപ്പിൽ വലിയ രീതിയിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവർ ലാലേട്ടൻ ചിത്രങ്ങളുടെ മാസ്മരിക പ്രകടനവും കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്നതും ഒന്നും ആരും കാണാതെ പോകുന്നില്ല. കാരണം ചില ചിത്രങ്ങൾ നേടുന്ന വൻ വിജയം അത് പൊക്കി ഘോഷിച്ചുകൊണ്ട് നടക്കും. അപ്പോഴും ലാലേട്ടൻ ചിത്രങ്ങൾ നേടിയ കളക്ഷൻ ഇപ്പോഴും അനങ്ങാതെ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണും. നമ്മൾ ലാലേട്ടൻ്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാലം കഴിഞ്ഞു, അദ്ദേഹത്തിന് ഇനി മാർക്കറ്റില്ല എന്നത്. പക്ഷെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്ഫടികം, ദേവദൂതൻ എന്ന പഴയകാല ചിത്രങ്ങൾ പോലും കോടികൾ സമ്പാദിക്കാൻ ലാലേട്ടന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ പ്രതീക്ഷിച്ച് ഒരാരാധക വൃന്ദം തന്നെ ഇവിടെയുണ്ട്. ലാലേട്ടൻ എന്ത് കാണിച്ചാലും മാഫ് അത് ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകരുമുണ്ട്. തുടരും എന്ന ചിത്രത്തിൻ്റെ ലാലേട്ടൻ എന്താണ് മാജിക് കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തുടരും എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ജനുവരി 30 വരെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്താം. ഓക്കെ, ബൈ.